ഹരേ രാമ ഹരേ കൃഷ്ണ. ഇന്ന് കുറൂരമ്മ ദിനമാണ്. മാർച്ച് 6 കുറൂരമ്മ 1570 1640 AD-യിലാണ് കുറൂരമ്മ ജീവിച്ചിരുന്നത്. ഭൂമിയിൽ ജീവിച്ച ഏറ്റവും ഭാഗ്യമുള്ള 2 സ്ത്രീകൾ ആരെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, ആദ്യം യശോദമ്മയാണെന്ന്. പിന്നെ രണ്ടാമത്തേത് ഒരു സംശയവുമില്ലാതെ പറയാം, കുറൂരമ്മ തന്നെ. പരൂർ എന്ന ഗ്രാമത്തിൽ AD 1570 ജനിച്ച ഗൗരി വെങ്ങനശ്ശേരിയിലെ കുറൂരിലത്തേക്ക് വേലി കഴിച്ചു വന്നതോടെ കുറൂരമ്മയായി. ചെറുപ്രായത്തിൽ വേലി കഴിഞ്ഞ ഗൗരി 16-ാം വയസ്സിൽ വിധവയായി. അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥിതി അനുസരിച്ച് പിന്നെ അവർക്ക് പുറം ലോകവുമായി വലിയ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ സാഹചര്യങ്ങളൊന്നും അമ്മയെ മാനസികമായി തളർത്തിയില്ല എന്നു മാത്രമല്ല, ഏകാന്തമായ ഭഗവത് ഭക്തിയാൽ കണ്ണനുമായി കൂടുതൽ അടുക്കുകയും ചെയ്തു. ഉള്ളിലെ ആ നിഷ്കളങ്ക ഭക്തിയാൽ കുറൂരമ്മ ആരാധിച്ചിരുന്ന അതേ രൂപത്തിൽ കണ്ണൻ അവർക്ക് പ്രത്യക്ഷമാവാനും തുടങ്ങി. അങ്ങനെ കണ്ണൻ കുറൂരമ്മയുടെ കൂടെ പൂ പറിക്കാനും പൂജയ്ക്കൊരുക്കാനും കൂട്ടുകൂടാൻ തുടങ്ങി. ഒരു കുഞ്ഞ് സ്വന്തം അമ്മയോട് ചെറുപ്രായത്തിൽ കാണിക്കുന്ന കുറുമ്പുകളെല്ലാം കാട്ടി എപ്പോഴും സാമീപ്യം കൊണ്ട് സന്തോഷിപ്പിച്ചു. ഇതെല്ലാം കണ്ട കുടുംബാംഗങ്ങൾ അവർക്ക് ചിത്തഭ്രമം എന്നാരോപിച്ച് തനിച്ചാക്കി. അങ്ങനെ അവർ മറ്റൊരു ഗൃഹത്തിലേക്ക് തനിയെ താമസം ആരംഭിച്ചു. അവിടെ വെച്ച് കണ്ണൻ കുറൂരമ്മയുമായി കുറേ ലീലകളാടി. അതെല്ലാം ഹൃദ്യമായ കീർത്തനങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ഉണ്ണിക്കണ്ണൻ അങ്ങനെ അവസാന നിമിഷം വരെ കൂടെ നിന്നു. ഭൗതിക ശരീരം കൂടി ഭൂമിയിൽ അവശേഷിപ്പിക്കാതെ AD 1640 കുറൂരമ്മയെ തന്നോട് ചേർത്തു. തൃശ്ശൂർ ജില്ലയിലെ അടാട്ട് അടുത്ത് വെങ്ങിനശ്ശേരിയിൽ കണ്ണന്റെ കാലടി പതിഞ്ഞ കുറൂരില്ലം ഇന്നും നമുക്ക് കാണാം. അവസാന നിമിഷങ്ങളിൽ വിഷ്ണു സഹസ്രനാമം ചൊല്ലി കണ്ണീർ വാർത്ത കണ്ണന്റെ മടിയിൽ കിടന്നായിരുന്നു അത്രേ കുറൂരമ്മയുടെ അന്ത്യം. കണ്ണന്റെ കണ്ണിൽ നിന്നും കണ്ണീർ വീണു അത്രേ കുറൂരമ്മയുടെ മുഖത്ത്. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവം കൃഷ്ണാർപ്പണമസ്തു.